നാട്ടിലെല്ലാവരും എന്താണ് അതാണ് ശരിയെന്ന് പറയുമ്പോൾ നമ്മൾ ഇനി മോശമാകേണ്ട വിചാരിച്ച് നമ്മളതിന്റെ കൂടെ കൂടേണ്ട ഒരു കാര്യമില്ല. തഖൂലൂൻ ഇൻ അഹ്സനന്നാസു അഹ്സന, ജനങ്ങൾ നല്ലത് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളും എന്ത് ചെയ്യും, നല്ലത് ചെയ്യുന്ന. വഇൻ ദലമു ദലംന, അവർ അക്രമം ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ അക്രമം ചെയ്യുന്ന. അങ്ങനെയല്ല വേണ്ടത്. വലാകിൻ വഖ്തിനു അൻഫുസകും, നമ്മളെ ദീനനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു നിലപാട് നമുക്ക് ഉറപ്പിച്ചു വേണം എന്നാണ്. ജനങ്ങൾ നന്മ ചെയ്താൽ നന്മ ചെയ്തോളും. പക്ഷെ വഇൻ അസാഉ, ജനങ്ങൾ തിന്മ ചെയ്യുകയാണെങ്കിൽ ഫല തുലിമു, നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല. നമ്മളുടെ നിലപാട് നമ്മൾ ഒരിക്കലും മുന്നോട്ട് പോകാൻ പാടില്ല. എന്നാൽ ചില പ്രസ്താവനകളും ചില വാക്കുകളൊക്കെ ഇങ്ങനത്തെ ഇസ്ലാമിക വിരുദ്ധ പ്രചാരണങ്ങൾ പറയുമ്പോൾ അവരെ പ്രോത്സാഹിപ്പിക്കുകയും അംഗീകരിക്കുകയും പിന്തുണക്കുകയും ചെയ്യുന്ന വാക്കുകൾ പറയുന്നത് വളരെ ഗൗരവപരമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. കാരണം തന്നെ ഇത് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു കൊടുത്തൊരു താക്കീതാണ്. എന്താണ് ആ താക്കീത്? നമുക്കറിയാം. റസൂലുള്ളാഹിയോട് അല്ലാഹു പറയുന്നുണ്ട്, അവർ ഒരു കാരണവശാലും നീ അവരിലേക്ക് എന്ത് ചെയ്യരുത്, ചാഞ്ഞു പോകരുതെന്നാണ്. അവരിലേക്ക് നീ ഒരിക്കലും അവരുടെ കൂടെ കൂടി പോകുന്ന അവസ്ഥ ഉണ്ടാകരുത്. വമൻ കാന ഫീ ഹാദിഹി അഅ്മാ ഫഹുവ ഫിൽ ആഖിറതി അഅ്മാ വഅളല്ലു സബീല. സത്യം കണ്ടിട്ടും കണ്ണ് ചിമ്മ. ഇത് തെറ്റാണെന്ന് എല്ലാ നിലക്കും അറിയാം, എന്നാലും എന്ത് ചെയ്യുക, അന്ധത നടിക്കാം. എന്നിട്ട് എന്താ പറഞ്ഞത്? വഇൻ കാദൂ ലയഫ്തിനൂനക അനില്ലദീ ഔഹൈനാ ഇലൈക ലിതഫ്തരിയ അലൈനാ ഗൈറ. നിന്നെ തെറ്റിച്ച് കളയാൻ എന്ത് ചെയ്യും, അവർ ശ്രമിക്കും. നാം നിനക്ക് വഹി നൽകിയ കാര്യങ്ങൾ നിന്നെ തെറ്റിച്ച് കളയാൻ, നമ്മുടെ മേലെന്താണ് അതിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയാനൊക്കെ എന്ത് ചെയ്യും, നിന്നെ അവർ പ്രേരിപ്പിക്കും. അങ്ങനെ ആ പ്രേരണക്ക് വഴങ്ങി വഇദൻ ലത്തഖദൂക ഖലീല, അങ്ങനെ നീ അവരെ കൂട്ടുകാരായിട്ട് അവരുടെ ഒരു പ്രശംസയും അവരുടെ ഒരു അഭിനന്ദനമൊക്കെ കിട്ടാൻ വേണ്ടി നീ ഒരു പക്ഷെ അവർക്ക് അനുകൂലമായി പറയും. അങ്ങനെ പറഞ്ഞാൽ വലൗലാ അൻ തബ്ബത്നാക ലഖദ് കിത്ത തർകനു ഇലൈഹിം ശൈഅൻ ഖലീല, നിന്നെ ഞാൻ ഉറപ്പിച്ച് നിർത്തിയിട്ടില്ലെങ്കിൽ നീ അല്പമൊക്കെ അവരിലേക്ക് ചെരിഞ്ഞു പോകും. അങ്ങനെ അള്ളാഹുവിന്റെ വഹീന്റെ വിരുദ്ധമായ, മതത്തിന് വിരുദ്ധമായ കാര്യങ്ങളിലേക്ക് ആരുടെയെങ്കിലൊക്കെ ആശംസയും പ്രശംസയൊക്കെ കിട്ടാൻ വേണ്ടി ചെരിഞ്ഞു പോയാൽ എന്താ ഉണ്ടാകാന്ന് ആരോടാ പറഞ്ഞോ? നിങ്ങൾ നബിനോട് അള്ളാഹു പറഞ്ഞ വാക്ക് കേട്ടോളി. നിങ്ങൾ നിന്നെ ഞാൻ അനുഭവിപ്പിക്കും, ഇഹലോകത്തും പരലോകത്തും ഇരട്ടി ശിക്ഷ ഞാൻ നിന്നെ അനുഭവിക്കും, പിന്നെ നിനക്ക് ഒരു സഹായിയും കണ്ടെത്താൻ പറ്റില്ല. ഇവിടെയൊക്കെ സുഹൃത്തുക്കളെ വളരെ ശക്തമായി ഇസ്ലാമിക പ്രമാണങ്ങൾക്കുള്ളിൽ നിന്ന് നിലകൊള്ളാൻ എന്ത് ചെയ്യണം പറഞ്ഞു. കുറച്ചൊക്കെ വിഷമം ഉണ്ടാവും, ആക്ഷേപങ്ങളും ബുദ്ധിമുട്ടുകളും, അതേപോലെ തന്നെ നമ്മുടെ ജോലിക്കും ജീവിതത്തിനും ഒക്കെ പ്രതികൂലത വരും, നമ്മുടെ കച്ചവടത്തിനും നമ്മുടെ വരുമാനത്തിനും ഒക്കെ പ്രശ്നം വന്നോട്ടെ എന്ന്. അത് അള്ളാഹു അഡ്വാൻസ് ആയിട്ട് റസൂലിനോട് പറഞ്ഞ കാര്യമൊക്കെ അത് നഅലമു ഇന്നഹു ലയഹ്സുനുകല്ലദീ യഖൂലൂൻ. ഈ ആൾക്കാർ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നിനക്ക് മനസ്സിക്ക് വിഷമം ഉണ്ടാകുന്നുണ്ട്, അത് നമുക്കറിയാം. ഫഇന്നഹും ലാ യുകദ്ദിബൂനക, അവർ നിന്നെയല്ല പ്രവാചകരെ കളവാക്കുന്നത്, നിന്നെ കളവാക്കി നിന്നെ എതിർത്തു എന്നല്ല നീ വിചാരിക്കണം. അവർ കളവാക്കുന്നത് വലാകിന്നദ്ദാലിമീന ബിആയാത്തില്ലാഹി യജ്ഹദൂൻ, അവർ നിഷേധിക്കുന്ന അല്ലാഹനെയാണ്. അതുകൊണ്ട് അല്ലാഹ് കൈകാര്യം ചെയ്യും.